കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഹാജിമാർ തിരിച്ച് അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മിനയിലെ തമ്പുകളുടെ പരിസരമാണ്. മഴ പെയ്തതും അതുപോലെ തന്നെ ശീതീകരിക്കുന്ന ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ റോഡൊക്കെ ഈ രീതിയിൽ നനഞ്ഞു നിൽക്കുന്നത് കാണാം. എപ്പോഴും ശീതീകരിക്കുന്ന ഈ ഒരു സംവിധാനം ഹാജിമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 51 ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഈ തവണത്തെ ഹജ്ജിന് ഹാജിമാർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ത്യാഗമാണെങ്കിൽ പോലും ഇത്തവണത്തെ ഹജ്ജിന് വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വന്ന ഹാജിമാരാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. മിനയിൽ നിന്നും ബസ് സർവീസിലൂടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ കയറിയിട്ടാണ് ഹാജിമാർ അവരുടെ താമസ സ്ഥലമായിട്ടുള്ള അസീസിയയിലേക്ക് വന്നത്. അസീസിയയിലെത്തുമ്പോഴേക്കും രാത്രിയായി. ഒരുപാട് ബസ്സുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. ഒരുപാട് തിരക്കുകൾ കൂടിയിട്ടുണ്ട് ഈ ഒരു ഏരിയ. ഒന്ന് അവരുടെ റൂമുകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച്